ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തി. വൈറ്റ് ഹൌസിലെത്തിയ നെതന്യാഹുവിനെയും ഭാര്യ സാറ നെതന്യാഹുവിനെയും ഇസ്രായേലി നയതന്ത്ര സംഘത്തെയും ട്രംപ് സ്വീകരിച്ചു. ഇസ്രായേലും യുഎസും തമ്മിലുള്ള സഖ്യവും ബന്ധവും മെച്ചപ്പെടുത്തുന്നതിനും പ്രാദേശിക അന്തർദേശീയ ഭീഷണികൾ മറികടക്കാനായി നടത്തിയ ഗൗരവകരമായ ചർച്ചയായിരുന്നു വൈറ്റ് ഹൌസിൽ നടന്നതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. പലസ്തീനികൾക്ക് ഗാസയിൽ ഭരണം നടത്താനുള്ള അധികാരമുണ്ടാകണമെന്നും പക്ഷേ അത് ഇസ്രായേലിന് ഭീഷണിയാകാനാവില്ലെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. പലസ്തീൻ ജനത സ്വാതന്ത്ര്യത്തിന്റെ വക്കിലാണെന്നും അദ്ദേഹം പറഞ്ഞു. കൂടിക്കാഴ്ചയിൽ ട്രംപിനെ നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള ഇസ്രായേൽ തീരുമാനം നെതന്യാഹു ട്രംപിനെ അറിയിച്ചു. ഇത് യഹൂദ ജനതയുടെ മുഴുവൻ നന്ദിപ്രകടനമാണെന്നും അബ്രഹാം ഉടമ്പടി നിർമ്മിക്കുകയും പുതിയ സമാധാന ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നതിന് ട്രംപ് നോബൽ സമ്മാനത്തിന് അർഹനാണെന്നും നെതന്യാഹു വ്യക്തമാക്കി. നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യുന്ന കത്തിന്റെ പകർപ്പ് നെതന്യാഹു ട്രംപിന് കൈമാറുകയും ചെയ്തു. നോബൽ സമ്മാനത്തിന് തന്നെ ശുപാർശ ചെയ്ത വിവരം അറിയില്ലായിരുന്നുവെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നടപടിയിൽ ട്രംപ് നന്ദിയും രേഖപ്പെടുത്തി. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ട്രംപ് മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്: ജനങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു. ഇറാൻ ആണവ ചർച്ചയ്ക്ക് ഒരുക്കമാണ്. യുഎസും ചർച്ചയ്ക്ക് തയ്യാറാണ്. സമാധാന ശ്രമങ്ങൾക്ക് ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അതിന് വിപരീതമായാണ് ഇറാൻ പ്രവർത്തിക്കുന്നതെങ്കിൽ മറുപടി നൽകാൻ ഞങ്ങൾ ശക്തിയുള്ളവരാണെന്നും ട്രംപ് ഊന്നിപ്പറഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ന്യൂക്ലിയർ ചർച്ചകൾ അടുത്ത ആഴ്ച പുനരാരംഭിക്കുമെന്ന് യുഎസ് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് വ്യക്തമാക്കി. ഇറാനിൽ സംശയാസ്പദമായ ന്യൂക്ലിയർ പ്രവർത്തനമുണ്ടായാൽ സൈനിക നടപടിക്കായി മുൻകൂട്ടി യുഎസ് അംഗീകാരം ലഭിക്കുന്ന തരത്തിലുള്ള ഇടപാടാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചത്. വാഷിംഗ്ടണിലെ ബ്ലെയർ ഹൌസിൽ യുഎസ് വിദേശകാര്യമന്ത്രി മാർക്കോ റൂബിയോയും നെതന്യാഹുവും കൂടിക്കാഴ്ച നടത്തി. ദൗത്യ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായും അദ്ദേഹം നേരിട്ട് സംസാരിച്ചു. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ട്രംപ് കൂടിക്കാഴ്ചയിൽ പ്രതിഷേധിച്ച വൈറ്റ് ഹൌസിന് പുറത്ത് പ്രോ പലസ്തീൻ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയുണ്ടായി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.